നോർത്ത് ഇന്ത്യക്കാരെ പോലെ സൗത്ത് ഇന്ത്യക്കാർക്കും ഇപ്പോൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ആലു പറാട്ട. ആലു പറാട്ട ഉണ്ടാക്കാനായി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ആട്ട കുഴയ്ക്കാനായി ഒരു പരന്ന പാത്രത്തിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എടുക്കാം. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ആട്ടപ്പൊടി അളന്ന അതേ കപ്പിൽ 3/4 കപ്പ് വെള്ളം ഇതിനായി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാത്രത്തിലിട്ട് ഒരു ബോൾ പോലെയാക്കി കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്നതാണ് ഈസി ആയിട്ടുള്ള രീതി. ഇത് ആട്ട നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി സഹായിക്കും. ഡ്രൈ ആകാതിരിക്കാനായി ഫില്ലിംഗ് മസാല തയ്യാറാകും വരെ ഇതൊന്ന് അടച്ചു വയ്ക്കാൻ മറക്കല്ലേ. മസാലയ്ക്കായി ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയിലയും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം വേകാനായി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടച്ചെടുക്കാൻ എളുപ്പത്തിനായി പുറംതൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം. ആവശ്യമായ മസാലപ്പൊടികൾ കൂടെ എടുത്തു വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. ഇനി നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉറപ്പായി ഇടണം. അതിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു പുളിപ്പിനായിട്ട് 3/4 ടീസ്പൂൺ ആംചൂർ പൗഡർ അഥവാ മാങ്ങ ഉണക്കിപ്പൊടിച്ചതില്ലേ അതുകൂടെ ഒന്ന് ചേർക്കണേ. ഫില്ലിംഗ് മസാല തയ്യാറാക്കാനായി ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിച്ച് ബ്രൗൺ നിറമായി നല്ലൊരു മണം വരുമ്പോൾ മുറിച്ച സവാളയും പച്ചമുളകും കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ചെറുതായൊന്ന് വാടി വരുമ്പോൾ എടുത്തു വെച്ച മസാലപ്പൊടികളും കൂടെ ചേർത്ത് മിക്സാക്കി നന്നായിട്ട് ഉടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും 3/4 ടീസ്പൂൺ ഉപ്പും മുറിച്ച മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്താൽ ഫില്ലിംഗ് മസാല റെഡിയായി. പറാട്ട തയ്യാറാക്കാനായി ഒരു ഉരുള മാവെടുത്ത് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നിരത്തുകയോ ചപ്പാത്തി റോളർ അധികം ബലം കൊടുക്കാതെ ഇങ്ങനെ നിരത്തുകയോ ചെയ്ത് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് മസാല അതിലേക്ക് വെച്ച് വിരലുകൾ ഉപയോഗിച്ച് ഇരുവശങ്ങളും ചേർത്ത് വയ്ക്കാം. ശേഷം കൈക്കകത്ത് വെച്ച് തന്നെ അധികം ബലം കൊടുക്കാതെ ഉരുട്ടിയെടുക്കാം. പിന്നെ ആട്ടപ്പൊടിയിൽ മുക്കി എല്ലാ ഭാഗവും ഒരുപോലെ ബലം അധികം കൊടുക്കാതെ നിരത്തിയെടുക്കാം. മാക്സിമം പൊട്ടാതെ നിരത്തിയെടുക്കണേ. പൊട്ടിയാലും ടേസ്റ്റിൽ വ്യത്യാസം വരുമെന്ന പേടിയൊന്നും വേണ്ട. ആദ്യമായി ചെയ്യുന്നവർ വിഷമിക്കേണ്ട. കുറേ തവണ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. നിരത്തിയ പറാട്ടെ ചൂടായ കല്ലിലേക്കിട്ട് ഫ്ലെയിം ലോ ടു മീഡിയം ആക്കി 2 സൈഡും നെയ്യ് ചേർത്ത് ചുട്ടെടുക്കാം. നെയ്യ് കൂടുതൽ ചേർത്താൽ ടേസ്റ്റും അതുപോലെ കൂടും. ഇരുവശവും ഗോൾഡൻ നിറമാകുമ്പോൾ എടുത്ത് പാത്രത്തിൽ വെച്ച് അച്ചാറും തൈരും സവാളയും ഒക്കെ ചേർത്ത് അടിപൊളി ടേസ്റ്റിൽ ആലു പറാട്ട കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഒപ്പം സബ്സ്ക്രൈബും. താങ്ക്